ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രതിപാദിക്കുന്നത്. അതായത് കൊളോസ്റ്റമി എന്നാൽ എന്ത്, അതിനെ എങ്ങനെ പരിചരിക്കാം എന്നതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്റ്റോമ എന്ന ഗ്രീക്ക് പദത്തിനർത്ഥം ദ്വാരം എന്നാണ്. മലമോ മൂത്രമോ കഫമോ വിസർജനം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ശസ്ത്രക്രിയ വഴി ശരീരത്തിന് പുറത്തേക്ക് ദ്വാരമുണ്ടാക്കി വിസർജനം സാധ്യമാക്കുന്ന ഒരു രീതിയാണ് ഓസ്റ്റമി. പല വിധത്തിലുള്ള സ്റ്റോമകൾ ഓപ്പറേഷൻ വഴി സൃഷ്ടിക്കാം. ചിലത് മലം പുറത്തേക്ക് കളയാനും മറ്റു ചിലത് മൂത്രമോ കഫമോ പുറത്തേക്ക് കളയാനും. ഉദാഹരണത്തിന് കൊളോസ്റ്റമി, വൻകുടലിൽ സ്റ്റോമ ഉണ്ടാക്കി മലം പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇത് വയറിൻ്റെ ഇടതുവശത്താണ് കാണപ്പെടുന്നത്. യൂറോസ്റ്റമി, ഇതിൽ മൂത്രനാളി വയറ് വഴി പുറത്തേക്ക് കൊണ്ടുവരുന്നു. വേറൊന്നാണ് ട്രക്കിയോസ്റ്റമി, ശ്വാസനാളത്തിൽ ദ്വാരമുണ്ടാക്കി കഫം പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇനി നമുക്ക് കൊളോസ്റ്റമിയെ പറ്റി കൂടുതൽ മനസ്സിലാക്കാം. നമ്മുടെ ചുറ്റും ധാരാളം പേര് വൻകുടലിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കൊളോസ്റ്റമി ബാഗ് ഉപയോഗിച്ച് ജീവിക്കുന്നവരുണ്ട്. അവരെ കണ്ടാൽ പുറമേ അങ്ങനെ ഒരു ബാഗിൻ്റെ ഉപയോഗം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുകയില്ല. കാരണം അവർ അങ്ങനെ നടക്കുന്നതിൻ്റെ പിറകിൽ ആരെങ്കിലുമൊക്കെ അവരെ വേണ്ട വിധം ഒരുക്കി കാണും. ഡോക്ടർമാരോ നേഴ്സുമാരോ ടെക്നീഷ്യൻസോ ഒക്കെ ആകാം. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെയുള്ള ഒരു കാര്യം കൂടുതൽ മനസ്സിലാക്കാം. അതായത് വൻകുടലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ കൊളോസ്റ്റമി ബാഗ് ഉപയോഗിക്കണമെങ്കിൽ അത് എങ്ങനെയാകാം, എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം, രോഗിക്ക് തന്നെ പരസഹായം കൂടാതെ അതെങ്ങനെ കൈകാര്യം ചെയ്യാം എന്നൊക്കെയുള്ള ഒരു പഠനമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. മിസ്സസ് ഗീതാ കുമാരി BS റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ ഈ ഒരു സെക്ഷൻ വളരെ നല്ലവണ്ണം കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി RCCയിൽ 16-ൽ പരം വർഷം ജോലി ചെയ്തിരുന്നു. ഗീതാകുമാരി ഇപ്പോൾ റിട്ടയർഡാണ്. എങ്കിലും ഈ കാര്യം പറഞ്ഞു തരാൻ ഇന്ന് ഗീതാകുമാരിയെ പോലെ മറ്റാരെയും കിട്ടിയെന്ന് വരികയില്ല. നമുക്ക് ഗീതാകുമാരിയെ ശ്രദ്ധിക്കാം. ആയുഷ്യ ഹെൽത്ത് കെയറിൻ്റെ കൊളോസ്റ്റമി എന്ത്, കൊളോസ്റ്റമി പരിചരണം എങ്ങനെ എന്ന ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. കൊളോസ്റ്റമി എന്ന് പറയുന്ന ശാരീരിക അവസ്ഥയെപ്പറ്റി കുറച്ച് വിവരങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് കൊളോസ്റ്റമി? നമ്മളുടെ കുടൽ, മലാശയം, മലദ്വാരം, മൂത്രാശയം എന്നിവയ്ക്കുണ്ടാകുന്ന ചില രോഗാവസ്ഥയിൽ രോഗം വന്ന ഭാഗം ശസ്ത്രക്രിയ വഴി നീക്കം ചെയ്യുകയും തുടർന്നുള്ള കുടലിൻ്റെ ഭാഗം നമ്മുടെ വയറിലൊരു ദ്വാരമുണ്ടാക്കി പുറത്തു കൊണ്ടുവന്ന് തുന്നിച്ചേർക്കുകയും ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് കൊളോസ്റ്റമി എന്ന് പറയുന്നത്. ഇതൊരു ബാഗുമായി ഘടിപ്പിച്ച് നമ്മുടെ ശോധന സാധ്യമാക്കാവുന്നതാണ്. സാധാരണയായി ഈ പുറത്ത് കാണുന്ന കുടലിൻ്റെ ഭാഗത്തിനെ നമ്മൾ സ്റ്റോമ എന്ന് പറയുന്നു. ഇത് ഒരു ചെറിയ പൂമൊട്ടിൻ്റെ ഷേപ്പിലാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ചുവപ്പ് കളറുമായിരിക്കും. ഇതുപോലെ ആയിരിക്കും സ്റ്റോമ നമ്മൾ പുറമേ കാണപ്പെടുന്നത്. നമുക്കറിയാം, ശോധന എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. അപ്പോൾ ശോധന നടത്തുന്നതിന് വേണ്ടി വയറിൽ ഒരു ദ്വാരം ഉണ്ടാക്കി കുടലിൻ്റെ അറ്റം പുറത്ത് കൊണ്ടുവന്ന് അതൊരു ബാഗുമായി ഘടിപ്പിച്ച് ശോധന സാധ്യമാക്കുന്ന രീതി ആ വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരുപാട് മാനസിക സംഘർഷങ്ങൾക്ക് ഇടയാക്കുന്നു. ഇത്രയും നാൾ നോർമലായി ശോധന നടന്നുകൊണ്ടിരുന്നിടത്താണ് ഈ വയറിനുള്ളിലുള്ള ദ്വാരത്തിൽ കൂടി ഈ ശോധന സാധ്യമാക്കുന്നത്. അത് നമുക്ക് ഏവർക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ആശങ്കകൾക്ക് എന്താണ് കാരണം? നമ്മുടെ പരിമിതമായ അറിവ് മൂലമുള്ള ഭയമാണ് നമുക്ക് ഈ ആശങ്കകൾക്ക് കാരണം. അപ്പോൾ ഈ സ്റ്റോമ എങ്ങനെ പരിചരിക്കണം, ഇതുമായി നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ നയിക്കണം, നമ്മളുടെ ജീവിതചര്യയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ആശങ്കകൾ ഒരു പരിധിവരെ ദൂരീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ട് നമുക്കൊരു സാധാരണ ജീവിതം നയിക്കാനും സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ സ്റ്റോമ വൃത്തിയാക്കുക? ഈ സ്റ്റോമ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ലോഷനോ ഡെറ്റോള്, ബീറ്റാഡിൻ അങ്ങനെ തുടങ്ങിയുള്ള മരുന്നുകളൊന്നും തന്നെ ആവശ്യമില്ല. ചെറിയ തണുപ്പ് മാറിയ ചൂടുവെള്ളം ഉപയോഗിച്ച് വൃത്തിയുള്ള തുണി കൊണ്ട് നമുക്ക് ഈ സ്റ്റോമ വൃത്തിയാക്കാവുന്നതാണ്. ഈ സ്റ്റോമ വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ബാഗ് അതിൻ്റെ പുറത്തേക്ക് ഒട്ടിക്കുന്നു. നമുക്കിന്ന് വിപണിയിൽ 2 തരത്തിലുള്ള ബാഗുകൾ ലഭ്യമാണ്. അതായത് ഒരു പീസായിട്ടുള്ള ഒരു ബാഗ്, ഇത് നമ്മൾ ശരീരത്തിലേക്ക് ഒട്ടിച്ചു വയ്ക്കുകയാണ് പതിവ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു ദ്വാരം കാണാം. ഈ ദ്വാരമാണ് നമ്മൾ ഈ സ്റ്റോമയുടെ പുറത്തേക്ക് വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റോമയുടെ സൈസും ഷേപ്പും അനുസരിച്ച് നമ്മൾ ഈ ദ്വാരം കുറച്ചുകൂടി
ചിലപ്പോൾ വലുതാക്കേണ്ടി വന്നേക്കാം. അപ്പോൾ ചെറിയ ഒരു കത്രിക ഉപയോഗിച്ച് നമ്മൾക്ക് ഈ സ്റ്റോമയുടെ ബാഗിനുള്ളിലുള്ള ഈ ദ്വാരം കുറച്ചുകൂടി കട്ട് ചെയ്ത് വലുതാക്കാൻ സാധിക്കും. ഇപ്പോൾ വിപണിയിൽ കിട്ടുന്ന മിക്ക ബാഗുകളിലും ഇതിൽ വട്ടം വട്ടമായിട്ട് ഓരോ മെഷർമെൻറ്റ് വരച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ കത്രിക ഉപയോഗിച്ച് ആദ്യത്തെ ഒരു വട്ടം അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു വട്ടം വരെ ആദ്യം കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് നമ്മളുടെ സ്റ്റോമയുടെ പുറത്ത് വെച്ച് നോക്കുക. ആ സ്റ്റോമ സുഗമമായി ഇതിനകത്ത് കടന്നു പോകുന്നുണ്ടെങ്കിൽ അത്രയും ദാരം മാത്രം മതി ഇതിന്. അല്ലാത്ത പക്ഷം മാത്രമേ നിങ്ങൾ കുറച്ചുകൂടി ഈ വൃത്തം അല്ലെങ്കിൽ ഈ ദ്വാരം വലുതാക്കാമുള്ളൂ. അതിന് കാരണം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ സ്റ്റോമയുടെ ഈ ബാഗിനകത്തുള്ള ദ്വാരം ഒരുപാട് വലുതായി നമ്മൾ ആദ്യമേ തന്നെ കട്ട് ചെയ്താൽ ഈ സ്റ്റോമയിൽ നിന്ന് വരുന്ന വിസർജ്യ വസ്തുക്കൾ നമ്മുടെ ചുറ്റുമുള്ള സ്കിന്നുമായി സമ്പർക്കത്തിൽ വന്നിട്ട് അതിന് ചെറിയ ഇറിറ്റേഷനോ ചുവപ്പ് കളറോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അത് ചെറിയ പുകച്ചിലിനും നീറ്റലിനും ഒക്കെ ഇടയാക്കും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഈ ദ്വാരം കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകാൻ പറയുന്നത്. ഇതാണ് 1 പീസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഈ ബാഗിലെ ദ്വാരം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പുറമേയുള്ള പേപ്പർ ഇളക്കി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് സ്റ്റോമയുടെ പുറത്തേക്ക് നന്നായി ഒട്ടിച്ചു വയ്ക്കാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെ വിസർജ്യ വസ്തുക്കൾ കളയുന്നതിന് നമുക്കിവിടെ ഒരു വാൽവ് ഉണ്ടായിരിക്കും ഇതിൻ്റെ അറ്റത്ത്. ഈ വാൽവിൽ കൂടി നമുക്ക് ഈ വിസർജ്യ വസ്തുക്കൾ പുറത്ത് ടോയ്ലറ്റിൽ കൊണ്ടുപോയി കളയാൻ സാധിക്കും. ഇത് വാൽവ് നമുക്ക് ഒന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഈ വാൽവിന് എപ്പോഴും ഒരു ഒട്ടിപ്പ് സമ്പ്രദായമുണ്ട്. ആ ഒട്ടിപ്പിൽ കൂടി നമുക്ക് ഈ ബാഗിനെ നമുക്ക് ഒട്ടിച്ചു വയ്ക്കാൻ സാധിക്കും. രണ്ടാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് 2 പീസുള്ള ബാഗുകളാണ്. ആ 2 പീസുള്ള ബാഗുകളിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു പീസ് നമ്മളുടെ ശരീരത്തിൽ ഒട്ടിച്ചു വയ്ക്കുന്നതും ബാഗ് അതിലേക്ക് പ്രസ് ചെയ്ത് പിടിപ്പിക്കുന്ന തരത്തിലുള്ളതുമാണ്. ഇതിനെ 2 പീസ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇതിൽ നമ്മളുടെ ശരീരത്തിൽ ഒട്ടിച്ചു വയ്ക്കുന്ന ഭാഗം ബേസ് പ്ലേറ്റ് എന്നറിയപ്പെടുന്നു. ഈ ബേസ് പ്ലേറ്റിലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അടയാളമുണ്ട്. ഒരു ചെറിയ കത്രിക വെച്ചിട്ട് ഈ ദ്വാരത്തിന് ചുറ്റുമുള്ള വട്ടത്തിൽ ആദ്യം വളരെ ചെറിയ ദ്വാരം ഉണ്ടാക്കുക. അത് പോരാ എന്നുണ്ടെങ്കിൽ മാത്രമേ വലിയ ദ്വാരത്തിലേക്ക് നമ്മൾ പോകാവൂ. അതിനുശേഷം നമ്മൾ സ്റ്റോമയെല്ലാം വൃത്തിയായി കഴുകി തുടച്ച് ഉണക്കിയതിന് ശേഷം ഈ അകത്തുള്ള പേപ്പറിനെ നമുക്ക് ഇളക്കി മാറ്റാവുന്നതാണ്. ഇളക്കി മാറ്റി ഇതിനെ നമ്മൾ സ്റ്റോമയിൽ ഒട്ടിക്കുന്നു. നന്നായി ഒട്ടിച്ചതിന് ശേഷം മാത്രം നമുക്ക് ഈ ഭാഗത്തുള്ള പേപ്പറും ഇളക്കി കളഞ്ഞ് ഈ ഭാഗവും നന്നായിട്ട് സ്റ്റോമയിൽ ഒട്ടിച്ചു വയ്ക്കാൻ സാധിക്കും. അതിനുശേഷം ഇതിലേക്കാണ് നമ്മൾ ഈ ബാഗ് പ്രസ് ചെയ്ത് പിടിപ്പിക്കുകയാണ് വേണ്ടത്. നമ്മളുടെ കയ്യിൽ പുതിയ ബാഗുണ്ട്. കാരണം ആദ്യമായി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രക്രിയയായിട്ട് തോന്നാം. പക്ഷേ 2-3 ദിവസത്തെ പഠനത്തിന് ശേഷം ഏത് വ്യക്തിക്കും സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ് ഈ ബാഗ് മാറ്റൽ എന്ന് പറയുന്നത്. അത് ഓരോരുത്തരുടെയും വ്യക്തിയുടെ അനുസരിച്ച് ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകാം. കുറച്ച് പ്രായമായവർക്ക് കുറച്ചും കൂടി സമയം വേണ്ടി വന്നേക്കാം. ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ ഇത് വേഗത്തിൽ പഠിക്കാൻ സാധിക്കും. കുറച്ച് നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അതിലേക്കൊരു താല്പര്യം കൂടി കാണിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്രയുമേ ഉള്ളൂ ബാഗ് വയ്ക്കുന്ന കാര്യം. ബാഗ് ചേഞ്ച് ചെയ്യുമ്പോഴും നമ്മൾ ഈ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ബേസ് പ്ലേറ്റ് എന്ന് പറയുന്ന ഭാഗം ചിലപ്പോൾ നമുക്ക് ഒരാഴ്ചയോ 10 ദിവസമോ ആ സ്ഥാനത്ത് തന്നെ വയ്ക്കാൻ സാധിക്കും. ഈ ബാഗ് മാത്രം ഓരോ ദിവസവും ഇളക്കി കഴുകിയിട്ടിട്ട് വേറൊരു ബാഗ് മാത്രം ഫിറ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ 2 ബാഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ ദിവസത്തേക്ക് ഈ ബാഗ് മാറ്റി മാറ്റി ഉപയോഗിക്കാൻ സാധിക്കും. ഈ ബാഗ് ഇളക്കി മാറ്റുമ്പോൾ അതിനകത്ത് എങ്ങനെ വൃത്തിയാക്കാമെന്നുള്ളതാണ് അടുത്തതായിട്ടുള്ളത്. അപ്പോൾ ഈ ബാഗിലേക്ക് സോപ്പും വെള്ളവും ഉപയോഗിച്ച് നമുക്ക് നന്നായി കഴുകി, നമുക്ക് പഴയ ഒരു ടൂത്ത് ബ്രഷോ വല്ലതും വെച്ചിരുന്നാൽ അതിനകമെല്ലാം നന്നായി വൃത്തിയായി കഴുകി വയ്ക്കാൻ പറ്റും. എന്നിട്ട് എവിടെയെങ്കിലും തണലുള്ള ഭാഗത്ത് ഇത് തൂക്കിയിട്ട് അതിനെ ഉണങ്ങാൻ അനുവദിക്കുക. ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മുഖത്തിരുന്നാൽ ടാൽക്കം പൗഡർ പോലെയുള്ള പൗഡർ ഇട്ട് അതിനകത്ത് ഒന്ന് പ്രസ് ചെയ്ത് പിടിപ്പിക്കുകയാണെങ്കിൽ ഈ പ്ലാസ്റ്റിക് ബാഗ് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കുറച്ച് നാൾ കൂടി ഉപയോഗിക്കാൻ സാധിക്കും. ഇത്രയുമാണ് നമ്മൾ ബാഗിനെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മളുടെ ഭക്ഷണക്രമം എങ്ങനെയാണ്? ഭക്ഷണക്രമം നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ കൊളോസ്റ്റമി അല്ലെങ്കിൽ സ്റ്റോമ ഉള്ള ഒരു വ്യക്തിക്ക് ഭക്ഷണത്തിൽ യാതൊരു വിധമായ റെസ്ട്രിക്ഷനും ഇല്ല. ഏത് ഭക്ഷണവും കഴിക്കാം, എല്ലാ ഭക്ഷണവും കഴിക്കാം. പക്ഷേ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും ഏറെ ഉത്തമം. കാരണം നന്നായി വേവിച്ച് കഴിക്കാനും നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനും നമ്മളുടെ വീട്ടിലാകുമ്പോൾ സാധിക്കും. വെളിയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾക്ക് നമുക്ക് അറിയാൻ സാധിക്കില്ല എങ്ങനെയുള്ള ഭക്ഷണമാണ് അവർ തരുന്നതെന്ന്.
അതുകൊണ്ട് കഴിയുന്നതും വീട്ടിലുണ്ടാക്കിയ ഭക്ഷണങ്ങൾ കഴിക്കുക. പിന്നെ അതിനുള്ള കുറച്ച് ടിപ്സ് എന്ന് പറഞ്ഞാൽ, ഏത് ഭക്ഷണമാണെങ്കിലും നമ്മൾ നന്നായി ചവച്ചരച്ച് കഴിക്കുക. നമ്മൾ സമയത്തിന് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. കാരണം സമയത്ത് ഭക്ഷണം കഴിക്കാതിരുന്നാൽ വായു ഉള്ളിൽ പോകാനും ഈ സ്റ്റോമയിൽ കൂടി വായു വന്ന് തള്ളി നിൽക്കാനും സാധ്യതയുണ്ട്. അത് നമുക്ക് കുറച്ചൊരു ആ വ്യക്തിക്ക് ഒരു സ്വാഭാവികമായ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വായുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ചില ഭക്ഷണങ്ങൾ നമുക്ക് എല്ലാവർക്കും വായുവിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആഹാര സാധനങ്ങളാണ്. അത് ഓരോ വ്യക്തിക്കും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണക്രമമായിരിക്കില്ല വേറൊരു വ്യക്തിക്ക് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് തന്നെ അറിയാൻ സാധിക്കും. അപ്പോൾ ആ ഭക്ഷണങ്ങൾ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുക. കാരണം നമ്മൾ രാവിലെ ജോലിക്ക് പോവുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ വീടിന് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ നേരത്തെ കഴിച്ച അതിന് മുമ്പുള്ള 24 മണിക്കൂറിനുള്ളിൽ കഴിച്ച ഭക്ഷണങ്ങളുടെ ആയിരിക്കും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്ന കൂടുതൽ ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് കഴിച്ചിട്ട് പോകുന്നതെങ്കിൽ ആ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകും. അത് ഒഴിവാക്കാനാണ് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ പുറത്തു പോകുമ്പോൾ അതിന് മുമ്പായി കഴിക്കുമ്പോൾ കുറച്ച് ഒരു ശ്രദ്ധ വയ്ക്കുക. പിന്നീട് ഏത് ഭക്ഷണമാണെങ്കിലും ഞാൻ പറഞ്ഞു, നന്നായി ചവച്ചരച്ച് കഴിക്കണം. ഈ സ്ട്രോ ഉപയോഗിച്ച് ഉള്ള വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കുകയൊക്കെ അത് ഒഴിവാക്കുക. കാരണം സ്ട്രോ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഗ്യാസും കൂടെ നമ്മുടെ വയറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിയുന്നത് സ്ട്രോ ഉപയോഗിച്ച് ഉള്ള പാനീയങ്ങൾ ഒഴിവാക്കുക. പക്ഷേ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. ഏത് തരത്തിലുള്ള പാനീയമാണെങ്കിലും കൂടുതൽ അളവിൽ കുടിക്കുക. അതുപോലെ തന്നെ കഴിയുന്നതും ചൂടുള്ള അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിച്ച വെള്ളം അല്ലെങ്കിൽ അതുപോലുള്ള പഴച്ചാറുകൾ അങ്ങനെയുള്ളവ കഴിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് പറയാനുള്ളത്, ഈ ഭക്ഷണക്രമങ്ങളിൽ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് റെഡ് മീറ്റ് ഒഴിവാക്കുക. അതായത് ബീഫ്, പോർക്ക്, പന്നിയിറച്ചി, പോത്തിറച്ചി അങ്ങനെയുള്ള വസ്തുക്കൾ ഒഴിവാക്കുക. ഇത് ഒരു സ്റ്റോമയെ സംബന്ധിച്ച് മാത്രമല്ല, ഏതൊരു സാധാരണ വ്യക്തിക്കും റെഡ് മീറ്റ് അഥവാ ഇങ്ങനെയുള്ള മാംസാഹാരം ഒഴിവാക്കുന്നതാണ് ഉത്തമം. അതുകൊണ്ട് തന്നെയാണ് സ്റ്റോമ പേഷ്യൻസിനോട് നമ്മൾ അങ്ങനെയുള്ള മാംസാഹാരം ഒഴിവാക്കാൻ പറയുന്നത്. എന്നാൽ മീൻ, മുട്ട, മറ്റു മാംസ്യങ്ങൾ എല്ലാം, മറ്റു പഴവർഗ്ഗങ്ങൾ, വെജിറ്റബിൾസ് എല്ലാം ഒരു സ്റ്റോമ ഉള്ള വ്യക്തിക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ നേരത്തെ ചെയ്തിരുന്ന ജോലിയിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമോ? ഒരു ശസ്ത്രക്രിയ കഴിയുമ്പോൾ ഒരു ഡോക്ടർ നമ്മൾക്ക് കുറച്ച് വിശ്രമം അനുവദിക്കും. ആ വിശ്രമ സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് തികച്ചും നിങ്ങളുടെ പഴയ ജോലിയിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഏത് ജോലിയാണെങ്കിലും നമ്മൾ വളരെ ഹെവി ആയിട്ടുള്ള വെയിറ്റ് ഉയർത്തുന്ന ഒരു ജോലിയാണെങ്കിൽ അതിനെ കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. കാരണം അധികമായ വെയിറ്റ് ഉയർത്തുമ്പോൾ നമ്മളുടെ സ്റ്റോമയുള്ള വയറിൻ്റെ പേശി പുറത്തേക്ക് തള്ളി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അധികമായ വെയിറ്റ് പൊക്കരുത് എന്ന് പറയുന്നത്. എന്നാൽ ചെറിയ വെയിറ്റുകൾ നമുക്ക് ഉയർത്താനും സാധിക്കും. അടുത്തതായിട്ട് വസ്ത്രധാരണ രീതി. നമ്മൾ ഏത് വസ്ത്രം ധരിക്കുന്നു, എല്ലാ വസ്ത്രവും നമുക്ക് ധരിക്കാൻ സാധിക്കും. നമുക്ക് ഈ വിപണിയിൽ ലഭ്യമാകുന്ന പുതിയ തരത്തിലുള്ള എല്ലാ ബാഗുകളും നമ്മളുടെ വസ്ത്രത്തിനുള്ളിൽ മാത്രം ഇരിക്കുന്ന ബാഗുകളാണ്. ഇത് പുറമേ നിന്ന് ഒരു വ്യക്തിക്ക് കാണാൻ സാധിക്കില്ല. നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് നമുക്ക് സ്റ്റോമയുണ്ടെന്നും നമ്മൾ ബാഗ് വെച്ചിട്ടുണ്ടെന്നും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതൊരു നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഗീതാകുമാരി നല്ലവണ്ണം ഈ ഒരു കാര്യത്തെ വിശദീകരിക്കുകയുണ്ടായി. ഇനി കൊളോസ്റ്റമി ബാഗ് ഉപയോഗിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഞാൻ ഒരു കാര്യം പറയുകയാണ്. കൊളോസ്റ്റമി എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയായി കാണാതെ തികച്ചും നമ്മുടെ ഒരു ശാരീരിക അവസ്ഥയായി തന്നെ കണക്കാക്കി നല്ല ഒരു പോസിറ്റീവ് മൈൻഡോടുകൂടി സന്തോഷത്തോടും ഭയാശങ്ങളില്ലാതെയും മുന്നോട്ട് പോകുക. നിങ്ങളുടെ വ്യക്തി ജീവിതം നല്ല ഒരു സാധാരണ ജീവിതമായി നയിക്കാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറെയോ നേഴ്സിനെയോ ഉടനടി കണ്ടുപിടിച്ച് അതിന് പരിഹാരം തേടുക. അങ്ങനെയുള്ള ആശങ്കകളെല്ലാം മനസ്സിൽ നിന്ന് അകറ്റി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ഉത്തമമായത്. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് വിവരം അറിയണമെങ്കിൽ ഗീതാകുമാരിയുടെ ഫോൺ നമ്പർ ഞാൻ പറയുകയാണ്. നിങ്ങൾക്കത് നോട്ട് ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും ഗീതാകുമാരിയെ വിളിക്കാം. 9447501376.